Hello. Welcome to market discussion of the day. Today, 6th of January 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഞാൻ ഓൾറെഡി നമ്മളുടെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ 5 എപ്പിസോഡ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. സോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ എൻ്റെ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാവുന്നതുമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, സോ ഇന്ന് നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് ഇന്നത്തെ ഒരു ന്യൂസുകൾ നമ്മൾ നോക്കിയാൽ കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. രാത്രി 6:30 മണിക്ക് ഇന്ത്യൻ ടൈമിങ് 6:30 മണിക്ക് FOMC മെമ്പർ ബാർക്കിൻ സ്പീച്ച് മാത്രമാണ് ആകപ്പാടെ ഉള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും ഭയങ്കര ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഒന്നുള്ളൊരു ന്യൂസ് അല്ല. പക്ഷേ എന്താ പറയുക, ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അതേപോലെ തന്നെ നാളത്തെ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്, ISM സർവീസ് PMI ന്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസും നാളെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതും എന്താ പറയുക, നാളെയും ഒരു നമ്മളുടെ ഒരു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വെച്ചിട്ട് നമ്മളുടെ റേഞ്ച് വിട്ട് പോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. സോ ഇതൊക്കെയാണ് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഉള്ള മെയിനായിട്ടുള്ള ന്യൂസുകൾ. പക്ഷേ നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. സോ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് അല്ലെ, നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് US വെനസ്വേല പ്രശ്നം, വെനസ്വേലയുടെ പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്തു US. സോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റ് ഒരു ജമ്പ് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനുശേഷം 4360 നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 4000 ഇന്നത്തെ ഹൈ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 1 അവർ ക്യാൻഡിലാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഹൈ 4475 വരെ മാർക്കറ്റ് ഇന്ന് സഞ്ചരിക്കുകയും ചെയ്തു അല്ലേ. സോ ബേസിക്കലി അത് ഈ ഒരു വെനസ്വേല പ്രശ്നം കൊണ്ട് ഉണ്ടായ ഒരു വലിയൊരു മൂവ്മെൻ്റ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഇന്നലെ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ US വെനസ്വേലയെ ആക്രമിച്ചു, അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഗ്യാപ്പ് അപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയും പെട്ടെന്ന് ഓൾമോസ്റ്റ് 4030 നിന്ന് 4414 വരെയൊക്കെ പെട്ടെന്ന് പോയി. പിന്നീട് സംഭവിച്ചത് ആക്ച്വലി ഒരു നോർമൽ മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഇയർ എൻഡിന് മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനത്തുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 4550 എന്ന് പറയുന്ന റേഞ്ച് ഒന്നും കൂടെ 4580 എത്തും. കഴിഞ്ഞ ആഴ്ച 4580 എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, 50 എത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് മാർക്കറ്റിൻ്റെ ഒരു നോർമൽ മൂവ്മെൻ്റ് ആണ് 4550 തൊട്ട് ഒന്നുകൂടെ പോവുക എന്നുള്ളത്. ഓക്കെ, അത് ഈ ഒരു വെനസ്വേല പ്രശ്നം ഉണ്ടായത് കൊണ്ടിട്ട് ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് ഉണ്ടായതല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. കാരണം വെനസ്വേലയിൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, പക്ഷേ അവർ തിരിച്ച് US-നെ തിരിച്ച് ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക, തിരിച്ചാക്രമിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അവിടെ ഒരു വാർ ഉണ്ടാവും എന്ന് പറയത്തുള്ളൂ അല്ലേ. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ടിട്ട് ആ ഒരു പ്രശ്നത്തിനകത്ത് പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പ്രശ്നം അല്ലെങ്കിൽ അൺസർട്ടൺ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത്, അൺസർട്ടൺ സിറ്റുവേഷൻ ഉണ്ടായത് ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇനി അടുത്തത് വാർണിംഗ് കൊടുത്തു, ഗ്രീൻലാൻഡിന് വാർണിംഗ് കൊടുത്തു, ക്യൂബയ്ക്ക് വാർണിംഗ് കൊടുത്തു, കൊളംബിയയ്ക്ക് വാർണിംഗ് കൊടുത്തു, അതേപോലെ മെക്സിക്കോയ്ക്ക് വാർണിംഗ് കൊടുത്തു. അങ്ങനത്തുള്ള രാജ്യങ്ങൾക്ക് വാർണിംഗ് കൊടുത്തതാണ് ആക്ച്വലി എന്ത് സംഭവിച്ചത്, ഇങ്ങനൊരു അൺസർട്ടൺ സിറ്റുവേഷനിലോട്ട് ഈ ഒരു ന്യൂസ് ഉണ്ടാവുകയും ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോവുകയും ചെയ്തത്. ഓക്കെ, സോ
അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളെപ്പോഴും നമ്മളുടെ കോഴ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഒരു ന്യൂസ് നമ്മൾ നോക്കി കാണുമ്പോൾ ആ ന്യൂസിനെ ഡയറക്റ്റ്ലി നോക്കരുത്, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വെച്ച് അതിനെ മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കണം അല്ലേ. സോ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ വെനസ്വേലയെ US ആക്രമിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം. US ആക്രമിച്ചതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതാണ് നമുക്ക് പറയാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള മെയിനായിട്ടുള്ള ന്യൂസുകൾ. സോ ഇതിനെ ബന്ധപ്പെടുത്തി ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിന്, അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, റഷ്യ, ചൈന, നോർത്ത് കൊറിയ, ഇങ്ങനത്തുള്ള രാജ്യങ്ങളൊക്കെ US-നെതിരെ ഈ ഒരു ആക്ടിനെതിരെ സംസാരിക്കുകയുണ്ടായി. സോ അങ്ങനത്തുള്ള കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നമുക്ക് US സെഷന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അപ്രതീക്ഷിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ മാർക്കറ്റിലോട്ട് ഇറങ്ങണം. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, നമ്മളുടെ യൂറോപ്യൻ ലീഡേഴ്സും ഉക്രൈനും തമ്മിലുള്ള മീറ്റിംഗ് ഇന്നാണ് നടക്കാനിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു മീറ്റിങ്ങിനകത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. സോ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം യൂറോപ്യൻ കൺട്രീസ്, പല കൺട്രീസ് അല്ലെങ്കിൽ UK പട്ടാളം ഉക്രൈനിൽ പോകും, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോകും, US-ൻ്റെ പട്ടാളത്തിൻ്റെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകും എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടാൽ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഓക്കെ, സോ അതിനകത്തുനിന്ന് റഷ്യ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാം അല്ലേ. മാർക്കറ്റ് എവിടെയും പോകത്തില്ല, മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. സോ വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടറിൽ നിങ്ങളുടെ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ, ടെക്നിക്കലായിട്ടുള്ള നിങ്ങളുടെ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഏത് ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ ഏത് മെത്തേഡോ യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്തോ, നിങ്ങളുടെ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും വെച്ച് മാത്രം ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഇല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ചു എന്നായിരിക്കും. ഓക്കെ, സോ അങ്ങനെ വന്നാലും വലിയൊരു കറക്ഷൻ ഉണ്ടാകാം. ഓക്കെ, മാർക്കറ്റ് വലിയ ഒരു രീതിയിൽ താഴോട്ട് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും അവിടെ തുറന്ന് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അതുകൊണ്ടിട്ട് ഗോൾഡ് ബേസിക്കലി റിസ്ക്കിയാണ് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഗോൾഡ് എപ്പോഴും റിസ്ക്കിയാണ് അല്ലേ. സോ നിങ്ങളുടെ ലെവൽസിലോട്ട് വന്നാൽ ടെക്നിക്കൽ ബേസ് ചെയ്ത് ഇതൊന്നും നോക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഇതൊന്നും നമ്മൾ ട്രേഡ് ഇരിക്കണം എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെവൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ലെവൽസിലോട്ട് വന്നാൽ ഞാൻ ട്രേഡ് എടുക്കും. ഓക്കെ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറുതെ ഗോൾഡിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള സമയത്ത് ഞാൻ ഗോൾഡിൽ ട്രേഡ് എടുക്കത്തില്ല എന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും കറൻസീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലെവൽസിൽ വന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുക, പക്ഷേ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ഇടുക എന്നുള്ളൊരു കാര്യം മാത്രം ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഏതൊരു സ്റ്റാർ ട്രേഡർ അല്ല ഇനി ഏതൊരു ബ്രോക്കർ നമ്മൾ യൂസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻസ് തന്നെയാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡർ റെഗുലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കമ്പനി റെഗുലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷനുള്ള ബ്രോക്കറാണ്, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ, മൗറീഷ്യസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പ് ഫ്രീ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ബോണസ് അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്
ബോണസ് ആണ്. സോ ഡെപ്പോസിറ്റ് ബോണസ് കഴിഞ്ഞ ഡിസംബർ 15 തീരും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും ഓക്കെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസുമാണ് കമ്പനി തരുന്നത്. പിന്നീട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ 20% ബോണസ് തരികയും ചെയ്യും. സോ ഇത് ബേസിക്കലി ഡിസംബർ 31, 2025 വരെ ആയിരുന്നു. പക്ഷേ ഇത് ചെറിയതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ബോണസ്. സ്റ്റാർട്ട് റൈഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സ്റ്റാർട്ട് റൈഡർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ UAE ക്ലയൻസിന് പ്രത്യേകം ലിങ്കാണ്. ആ ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും KYCയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതിയാവും. ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ പ്രീമിയം ചാനൽസിലോട്ട് നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ USD JPYയിലോട്ട് വരാം. USD JPY 156 ഇന്നലെ ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 156.10 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 70 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ പ്രോഫിറ്റ് അതല്ല, നമ്മളുടെ പ്രോഫിറ്റ് ഇനിയും 156.1 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 155.40 താഴെ സ്റ്റോപ്പ് ലോസും 157.20 അവിടെ ടേക്ക് പ്രോഫിറ്റും വെച്ചൊരു ട്രേഡ് അവസരമുണ്ട്. ഓക്കെ, സോ ആ ഒരു അവസരമാണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. ലോങ്ങർ ടേമിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പ്രൈസാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. 154, അടുത്തത് 152 എന്ന് പറയുന്നൊരു റേഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ചു എന്നൊക്കെയുള്ളൊരു ന്യൂസ് കേട്ടാൽ ഉറപ്പായിട്ടും USD JPY താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ താഴോട്ട് പോയാൽ അൾട്ടിമേറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 152 ആണ്. സോ അവിടെ 152 അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അവിടുന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നമുക്ക് 162 വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ്. ഇന്നത്തെ റേഞ്ച് മാത്രം നമ്മൾ നോക്കുകയാണ് എങ്കിൽ 156 എന്ന് പറയുന്ന അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇന്ന് ഞാൻ ഓർഡർ ഇട്ട് വെക്കണം എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം മാർക്കറ്റ് പൊളിറ്റിക്കലി ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻസ് നിൽക്കുന്നത് കൊണ്ടിട്ടും അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ വാറിൻ്റെയും അല്ലെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സും ഉക്രൈനുമായിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുന്നതും കൊണ്ടിട്ട് ഇന്ന് ഞാൻ ഓർഡർ ഇട്ട് വെക്കാം. ഞാൻ സാധാരണ നിങ്ങളുടെ അടുത്ത് നോർമലി ഫോണിൽ സംസാരിക്കാൻ നേരത്ത് ഞാൻ പറയാറുണ്ട് എന്താണ് ഓർഡർ ഇട്ട് വെച്ചോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഓർഡർ ഇട്ട് വെക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ 156 അവിടെ നിന്നുള്ളൊരു ബൈ, 155.40 താഴെ സ്റ്റോപ്പ് ലോസ്, 157.20 അവിടെ ടേക്ക് പ്രോഫിറ്റും വെച്ച് നമുക്ക് JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, യൂറോയിൽ നിന്ന് ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിൽക്കുക. എങ്ങാനും മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ 1.1500 ആണ് യൂറോയുടെ നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. യൂറോയുടെ അൾട്ടിമേറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 1.1100 ആണ്. ഓക്കെ, ഇന്നത്തെ ദിവസം എനിക്ക് റെക്കമെൻഡേഷൻ ഇല്ല യൂറോയിൽ ട്രേഡ് എടുക്കാനായിട്ട്, റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നാളെയോ മറ്റന്നാളോ ആയിട്ടൊക്കെ നമുക്ക് ട്രേഡ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ എങ്ങാണ് നമുക്ക് താഴെ വീണ് കിട്ടിയാൽ 1.1500 ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബൈ എടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ്. ഇല്ലാത്ത പക്ഷം നമുക്ക് 1.1800 അവിടെ നിന്നുള്ളൊരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞ ആഴ്ച യൂറോയുടെ ചാർട്ട് എടുക്കാൻ പറഞ്ഞു ഇതാണ്. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് 1.1800 അവിടുന്ന് 26 കിട്ടിയ സെല്ല് അല്ലെങ്കിൽ 24 കിട്ടിയ സെല്ല് നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് എത്ര പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് $150 പ്രോഫിറ്റ്, 150 പിപ്പിൻ്റെ പ്രോഫിറ്റ്, അതായത് ഒരു ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് $1500 പ്രോഫിറ്റാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊരു പൊസിഷണൽ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് ഞാൻ അതിനകത്തൊക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ ഞാൻ അല്ലെങ്കിൽ പറഞ്ഞത് അതിനകത്ത് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1.1800 സ്റ്റോപ്പ് ലോസ് 1.1860 സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞു. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ വെക്കാനും പറഞ്ഞു. അങ്ങനെ പോയാൽ പോലും ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $900 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ ലെവൽസ് എന്നുള്ളതാണ്. നമ്മളുടെ ലെവൽസ് ഇച്ചിരി ദൂരെയാണ്. 1.1800 എത്താനായിട്ട് ഓൾമോസ്റ്റ് 70 പിപ്സിന് യൂറോ മൂവ് ചെയ്യണം. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് സെല്ലെടുത്തോ, താഴെ കിട്ടിയാൽ 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈയും എടുത്തോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലാത്ത പക്ഷം യൂറോയിൽ മാറി നിൽക്കുക.
ഓക്കെ, സോ നേരെ നമ്മൾ GBP വരാം. GBP ഇന്നലെ നമ്മളുടെ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ 1.3400 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓൾമോസ്റ്റ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 2-3 ദിവസം നമുക്ക് ട്രേഡ് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്തില്ല. അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3400 എന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് 31-ാം തീയതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ഒരു 150 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നപ്പോൾ 1.3410 വരെയൊക്കെ വന്നിട്ടുണ്ട്. സോ അത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്തത്. സോ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3400 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യണം എന്നുള്ള കാര്യം. ഇത് ഒരു ഷോർട്ടർ ടേമിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഒരു ബൈ എൻട്രി കുറച്ചുകൂടെ താഴെ കിട്ടുമ്പോഴാണ് ഉറപ്പായിട്ടും 1.3300 അവിടെയൊക്കെ കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കാരണം GBP എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കറൻസി തന്നെയാണ്. GBP USD ഉറപ്പായിട്ടും അടുത്തൊരു വർഷം കൊണ്ടിട്ട് തന്നെ 1.3400 1.3450 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉള്ള ഒരു പെയറാണ് GBP USD. സോ നമുക്ക് ഇപ്പം നമുക്ക് ഉറപ്പായിട്ടും നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ ഒരു 10 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും ഒരു മാസം അല്ലേ. സോ പക്ഷേ GBP USD എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് മാർക്കറ്റ് കഴിഞ്ഞ മാസമൊക്കെ 1.300 ഒക്കെ അടുത്ത് വന്ന സമയത്ത്, ഓക്കെ, 1.300 ഒക്കെ അടുത്ത് വന്ന സമയത്ത് ഞാൻ അവിടുന്ന് നല്ല ക്വാണ്ടിറ്റിയിൽ വാങ്ങാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളൊക്കെ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്, ഓക്കെ, നല്ല 1.300 ഒക്കെ അടുത്ത് വെച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഒരു പൊസിഷൻ ട്രേഡർ ഇപ്പോൾ ഒരു ലോട്ടിലൊക്കെ അന്ന് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് വെറും 1.5 മാസം കൊണ്ട് $5,000 പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. $5,500 പ്രോഫിറ്റോളം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക എന്നുള്ളതാണ് GBPയിൽ. നിങ്ങളൊരു $10,000 ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 2,000, 3,000 അല്ലെങ്കിൽ ഒരു $5,000 GBPക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു ലോട്ട് ഒരു 0.3 0.5 ലോട്ട് എടുത്ത് ലോങ്ങർ ടേമിലോട്ട് വെക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും GBP. അപ്പം നമുക്കൊരു വലിയ രീതിയിലുള്ള ലോസ് ഇതൊന്നും അറിയാതെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ പൊസിഷൻ ഇവിടെ അല്ല. പൊസിഷൻ കിട്ടുന്നത് 1.3300 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ന് പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരുപാട് ഓടിയത് കൊണ്ടിട്ട് തന്നെ എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. എങ്ങാനും താഴെ കിട്ടിക്കഴിഞ്ഞാൽ 1.3400 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോകാം. ഇന്ന് ആ മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3500 മുകളിലാണ്. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3500 മുകളിലാണ് എങ്കിൽ നമുക്ക് 1.3500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് മാത്രമല്ല, ഇന്നലെ നമ്മളുടെ ഒരു വാറിൻ്റെ വെനസ്വേല US പ്രശ്നത്തിനകത്ത് UK അടുത്ത് സംസാരിച്ചപ്പോൾ UK പറഞ്ഞത് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം ഒരു അഭിപ്രായം പറയാം എന്നുള്ളതാണ്. ഫ്രാൻസ് US-നെതിരെ നിന്നു, സ്പെയിൻ US-നെതിരെ നിന്നു. പക്ഷേ UK ഇതെല്ലാം നോക്കി എന്താ പറയുക, പ്രോപ്പറായിട്ട് ഒരു പഠിച്ചതിന് ശേഷം മാത്രം ഒരു അഭിപ്രായം പറയാം എന്നുള്ളതാണ് UK പറഞ്ഞത്. അതുകൊണ്ടിട്ട് തന്നെ ഇത് സ്റ്റേബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4,466 നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, സോ എനിക്ക് പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ ഗോൾഡിലില്ല. എവിടെയെങ്കിലും നല്ല രീതിയിലൊന്ന് താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ഇന്നലെ ഒരു $100 കൂടുതലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. ഇന്നും നമുക്ക് മാർക്കറ്റ് മുകളിൽ തന്നെ നിൽക്കുന്നു. ഞാൻ ഒരു വലിയൊരു ബിഗ് ഫോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ഈ US വെനസ്വേല പ്രശ്നം കൊണ്ട് മാത്രമല്ല, ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഞാൻ ഇയറിൻ്റെ തുടക്കത്തിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അതുമാത്രമല്ല 4,550 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ഒന്നും കൂടെ മാർക്കറ്റ് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ അൺസർട്ടൺ ആയിരിക്കും. ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം അൺസർട്ടൺ തന്നെയായിരിക്കും. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് അപ് ട്രെൻഡ് തന്നെയായിരിക്കും, മുകളിലോട്ട് തന്നെയായിരിക്കും പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ വേണം എന്നുള്ള ആൾക്കാർക്ക്, ഇത് ഞാൻ ട്രേഡ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ 4,430 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ $25 സ്റ്റോപ്പ് ലോസിനകത്ത് $37.5 ടേക്ക് പ്രോഫിറ്റിനകത്ത് നിങ്ങൾക്കൊരു ബൈ എൻട്രി എടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ്. ഈ ഒരു ഒറ്റ എൻട്രിയാണ് എനിക്കിന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇല്ലാത്ത പക്ഷം അത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വേറെ ഒന്നും ചെയ്യാതിരിക്കുക, വെയിറ്റ് ചെയ്യുക. നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കാരണം
ഇന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അങ്ങ് അവസാനിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ജുലിറ്റൻ കലണ്ടറിൽ ഇന്ന് നാളെയാണ് ക്രിസ്മസ്. സോ അതിന് മുന്നേ ആയിട്ട് വാറുകൾ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ദിവസം നാളെയാണ്. ചിലപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ വാർ അവസാനിച്ചു എന്നായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ മിലിറ്ററി ഫോഴ്സുകൾ യുക്രൈനിലോട്ട് പോയി എന്നുള്ളതായിരിക്കാം. ഓക്കെ, എന്നിരുന്നാലും എന്തായാലും നമുക്ക് അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ള ന്യൂസ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മാത്രം ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 4430 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് ഇടുക, ടേക്ക് പ്രോഫിറ്റ് ഇടുക. അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാൽ അധികം ട്രേഡ് എടുത്താൽ ആ ഒരു ലോസ് റിക്കവറി ചെയ്യാൻ നിൽക്കാതെ നാളത്തെ നമുക്ക് ഡിസ്കഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഡിസ്കഷൻ ഇടുന്നത്. ഞാൻ നാളെ മുതൽ കുറച്ചുകൂടെ നേരത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാം എന്നുള്ള ഒരു കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണാം. ഉറപ്പായിട്ടും എനിക്ക് മെയിനായിട്ടും പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടുക, ടേക്ക് പ്രോഫിറ്റ് ഇടുക, റിസ്ക് മാനേജ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഈസ് അവർ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.